കൊച്ചിയിലെ വായു മലിനീകരണ തോത് ഇന്നും അനാരോഗ്യ വിഭാഗത്തിൽ തന്നെയാണ്. കൊച്ചി നഗരത്തിൽ വായു മലിനീകരണ സൂചിക 164 രേഖപ്പെടുത്തി. ഡൽഹിയെ പോലെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിലും ഡൽഹിയിൽ സ്ഥിതി മോശമായി തുടരുമ്പോഴാണ് ഡൽഹിയിൽ നിന്ന് പല ആളുകളും ഇങ്ങനെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ ചില രോഗികളൊക്കെ മാറുന്നു എന്ന് വാർത്ത വരുമ്പോൾ കൊച്ചിയിലും ഇതിൻ്റെ സൂചിക കൂടുന്നു എന്നുള്ളത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നു. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. പറയൂ വിപിൻ. വായു ഗുണനിലവാരത്തിന്റെ സൂചിക 50 ആണ് ഏറ്റവും ഗുണനിലവാരമുള്ള വായു എന്നിരിക്കെയാണ് കൊച്ചിയിൽ അത് 160 മുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി 150നും 200നും ഇടയിലാണ് നമ്മുടെ വായു ഗുണനിലവാര സൂചിക നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അനാരോഗ്യ വിഭാഗം എന്നുള്ളതിൽ പെടുത്തിയിരിക്കുന്നത്. കാരണം ഇത് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതിരാവിലെയാണ്. നമ്മളത് മഞ്ഞാണെന്ന് കരുതും, പക്ഷേ മഞ്ഞ് മാത്രമല്ല, അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പൊടിപടലങ്ങൾ, അതിലെ മാലിന്യം, ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പുകമഞ്ഞ് എന്നുള്ളൊരു പ്രതിഭാസമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. ആളുകൾക്ക് ഒരു ശ്വാസതടസ്സം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇതിലൊരു ജാഗ്രത പാലിക്കണം എന്നുള്ളതും മാസ്ക് ധരിക്കണം എന്നുള്ളതും വിദഗ്ധരുൾപ്പെടെ പറയുന്നുണ്ട്. ഇനി ഇത് കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൊരു വഴി. അതിലേറ്റവും പ്രധാനം ഈ വാഹനങ്ങളിലെ പുക, അതുപോലെ തന്നെ ഈ ഫാക്ടറികളിൽ നിന്ന് പുറത്ത് ഇറക്കുന്ന പുക, ഇതൊക്കെ തന്നെ ഫിൽട്ടർ ചെയ്യുക, വാഹനങ്ങളിലെ പുക പരിശോധന വളരെ കർശനമാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും ചെയ്യാനുള്ളത്. അത്തരം നടപടികളിലേക്ക് എത്രയും വേഗം കടക്കേണ്ടതുണ്ട്. ഈ ഡിസംബർ മാസത്തെ മഞ്ഞുകൂടി ഉൾപ്പെടുന്നതോടുകൂടിയാണ് ഈ പുകമഞ്ഞ് എന്നുള്ളൊരു പ്രതിഭാസം വരുന്നത്. ഇത് 200ന് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് വരും. നമ്മൾ രാജ്യ തലസ്ഥാനത്തേക്ക് ഒരു സ്ഥിതി കാണുന്നതാണ്. അത്രയ്ക്കും ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഉള്ള വായു ഇപ്പോൾ അത്ര ഒരു അനാരോഗ്യമാണ് എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നു വിദഗ്ധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.